ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെടുമ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്ന് നമ്മുടെ അലീനയെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വൈജയന്തിയുടെ ആളുകളൊക്കെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അവർക്ക് നേരെ എതിർത്ത് വർത്താനം പറയുന്നുണ്ട്. കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരാളും ഇവിടെ അലീന പ്രശ്നവും പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരരുത് എന്നും പറഞ്ഞ് താക്കീത് കൊടുത്ത് നമ്മുടെ രാജീവിൻ്റെ കർണത്തടിക്കാണ് നമ്മുടെ ബാലചന്ദ്രൻ. അങ്ങനെ അലീനയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജീവും വൈജയന്തിയും എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് പോലീസ് കേസ് ആക്കാമെന്ന്. അങ്ങനെ പോലീസ് കേസായി കഴിഞ്ഞാൽ കോടതിയിൽ വരെ ഈ കേസെത്തും. അങ്ങനെ നമ്മുടെ അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. പക്ഷേ അങ്ങനെയെല്ലാം ഇവർ ചെയ്യുമ്പോൾ നമ്മുടെ വൈജയന്തി തന്നെയാണ് നാണം കെട്ട് ആകെ ഇതാവാൻ പോകുന്നത്. പിന്നീട് നമ്മുടെ മണിശങ്കർ വീട്ടിലേക്ക് വരുന്നുണ്ട്, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അപ്പോൾ മണിശങ്കർ ചോദിക്കുകയാണ്, എന്താ അങ്കിളാ ഇവിടെ നടക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് പറയാണ്, വൈജയന്തിയുടെ മകളാണ് ഈ അലീന, നിനക്ക് പറഞ്ഞു വരുമ്പോൾ നിനക്ക് മുറപ്പെണ്ണായി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞ് നമ്മുടെ മണിശങ്കറാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ വൈജയന്തിയുടെ മകളാണ് ഈ അലീന എന്നുള്ള സത്യം അങ്ങനെ എല്ലാവരും അറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്